പി ദിവ്യയെ സംബന്ധിച്ച് നവീൻ ബാബുവിൻ്റെ കൊലപാതകവും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ പറയപ്പെട്ട പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഈ കഥകളൊക്കെ പുറത്തു വരുമ്പോൾ പി ദിവ്യ ആകേണ്ടിയിരുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നില്ല. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് തിരുട്ട് ഗ്രാമം. ആ തിരുട്ട് ഗ്രാമത്തിൻ്റെ പ്രസിഡൻ്റ് ആവേണ്ടിയിരുന്ന ആളാണ് പി ദിവ്യ. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത ഈ പറഞ്ഞ എല്ലാ അഴിമതിയുടെയും ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ കഴിയുന്ന ഒരാളായി പി ദിവ്യ മാറി. ഈ സാധാരണഗതിയിൽ പലതരത്തിൽ അഴിമതി നമ്മൾ കണ്ടിട്ടുണ്ട്. ബിനാമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ പേരിൽ തന്നെ സ്ഥലങ്ങൾ വാങ്ങാൻ ബിനാമിയായ സ്വന്തം നാട്ടുകാരനായ CPM-കാരനായി ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി ദിവ്യ വന്നതിന് ശേഷം കമ്പനി രൂപീകരിച്ച ശേഷം CPM-കാരനായി മാറിയ ആസിഫിൻ്റെ പേരിൽ തന്നെ സ്ഥലങ്ങൾ വാങ്ങാൻ, അവർക്ക് തന്നെ കരാർ നൽകാൻ, അങ്ങനെ അഴിമതി കാണിക്കാൻ ഇത്രയും തൻ്റെ ഇടം കാണിക്കുന്ന പി ദിവ്യ സാക്ഷാൽ പൊതുമുതൽ കൊള്ളയടിക്കുന്നതിൽ ഏറ്റവും അഗ്രഗണ്യനും നമ്മളൊക്കെ വലിയ രീതിയിൽ കണ്ടിട്ടുള്ള ഒരാളാണ് വീരപ്പൻ. ആ വീരപ്പനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് പി ദിവ്യയുടെ പൊതുമുതൽ കൊള്ളയടി നടന്നിട്ടുള്ളത്. അത് പറയാൻ കാരണം വീരപ്പൻ ജീവിതകാലത്തിൽ മൊത്തം തൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിനിടയിൽ സമ്പാദിച്ച കോടികളുടെ കണക്ക് നമുക്കറിയാം. ഇത് ഈ 2-3 കൊല്ലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കോടികളുടെ കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഇതിനപ്പുറത്തേക്കുള്ള തെളിവുള്ള സഹിതമുള്ള രേഖകൾ പുറത്തു വരും. കൂടുതൽ അഴിമതിയുടെ കഥകളും വരും ദിവസങ്ങളിൽ പുറത്തു വരും. ഈ രേഖ ഞാൻ നേരത്തെ കമ്പനി രൂപീകരിച്ച തീയതി പറഞ്ഞു. 2021 ജൂലൈ 20 കമ്പനി രൂപീകരിച്ചത്. ഈ ഡോക്യുമെൻറ്റുകൾ രജിസ്റ്റർ ചെയ്തത് 2021 നവംബർ 15, 2021 അതേ ഡിസംബർ 1 തീയതികളിലായിട്ടാണ്. എല്ലാം ഒരൊറ്റ സ്ഥലമാണ്. 2 പേരുടെ കൈവശമുണ്ടായിരുന്ന സ്ഥലം കൃത്യമായി നല്ല ലക്ഷക്കണക്കിന് രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ തന്നെ ചിലവാകുന്ന, കൃത്യമായി ഈ കമ്പനി, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ട് പ്രവർത്തിക്കുന്ന ബാങ്കിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ തുകയും പോയിട്ടുള്ളത് എന്നൊരു വിവരം കൂടി ഉണ്ട്. അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. മൊത്തം ഞാൻ പറഞ്ഞല്ലേ, നിലവിൽ കിട്ടിയ ഡോക്യുമെൻ്റ് അനുസരിച്ച് 3 രേഖകളുണ്ട്. ഈ 3 രേഖകളിൽ ഒന്ന് ഈ പറയപ്പെട്ട അജിത്തിൻ്റെ പേര്, മറ്റ് 2 രേഖകൾ അത് കുറച്ചധികം സ്ഥലങ്ങളുണ്ട് ഈ പറയപ്പെട്ട ബിനാമിയായ ആസിഫിൻ്റെ പേര്. ഇതല്ലാതെയും അവിടെ ഉണ്ട്. ആ രേഖകൾ കിട്ടുന്നതിലുള്ള ചെറിയ ഒരു സാങ്കേതിക തടസ്സത്തിൽ മാത്രം ആണ് അതിപ്പോൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കഴിയാത്തത്. ഇതല്ലാതെ ഈ പറഞ്ഞ 4 ഏക്കർ അല്ല, അതിനപ്പുറത്തേക്കുള്ള ഏക്കർ കണക്കിന് ഭൂമി ഈ പാലക്കയം തട്ട് തന്നെ കേന്ദ്രീകരിച്ച് ഇവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളും ഒട്ടും വൈകാതെ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അജിത്തിൻ്റെ പേരിലുള്ള കൃത്യമായ കണക്ക് എന്ന് പറയുന്നത് നാല് 22 6 കണക്കിലാണ് രേഖയിലുള്ളത്. എനിക്ക് തോന്നുന്നു 50 സെൻറ്റിന് അടുത്തെങ്ങാണ്ടാണ് ആ രേഖയുടെ അജിത്തിൻ്റെ ഭാഗം വരുന്നത്. അജിത്തിൻ്റെ ഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗം 50 സെൻറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 4 ഏക്കറിൽ 50 സെൻറ്റ് അജിത്തിൻ്റെ പേരിലുണ്ട്, ബാക്കി 3.5 ഏക്കറോളം ആസിഫിൻ്റെ പേരിലുണ്ട്. അല്ലാത്ത കുറച്ച് ഏക്കറിൻ്റെ കഥ അടുത്ത ദിവസം നമുക്ക് പറയാം. അതിലും പി ദിവ്യക്ക് വ്യക്തമായി ബന്ധമുള്ള ആളുകളുടെ പേരുകൾ വരുമെന്ന് ഒരു സംശയമില്ലാത്ത രീതിയിൽ തന്നെ പറയാൻ വേണ്ടി കഴിയും.